പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് നമുക്ക് ഓണത്തിന് സ്പെഷ്യലായ നേന്ത്രപ്പഴം പുളിശ്ശേരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ നുറുക്കിയതും ഒരു പച്ചമുളക് കീറിയതും അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളവും ചേർത്ത് വേവിക്കാൻ വയ്ക്കാം. അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് നമുക്ക് ഇളക്കി ഇത് വേവിക്കാൻ വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴം വേവിക്കാൻ വെച്ചത് വെള്ളമൊക്കെ ഒരുവിധം വറ്റി ആയിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ അരപ്പ് ചേർക്കുന്നത്. അതിലേക്കായിട്ട് നമ്മൾ അരമുറി തേങ്ങ ചിരണ്ടിയതും ഒരു 3 പച്ചമുളകും 1 ടീസ്പൂൺ ജീരകവും ചേർത്ത് നല്ല വെണ്ണ പോലെ അരച്ചിട്ടുണ്ട്. അത് നമുക്ക് അരപ്പായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ അരപ്പ് ഒന്ന് നേന്ത്രപ്പഴവുമായി ചേർന്ന് ഒന്ന് വറ്റി വരട്ടെ. നമുക്ക് നോക്കാം. അരപ്പൊക്കെ ചേർന്ന് അത് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉടച്ചു വെച്ച തൈര് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ 1/2 ലിറ്റർ തൈരാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം ഇത് തിളച്ച് പോകാൻ പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞു പോകും. അതുകൊണ്ട് കൈ വിടാതെ ഇളക്കി ആവി പൊങ്ങുന്ന സമയമാകുമ്പോൾ നമുക്ക് നിർത്തി കൊടുക്കാം. ഇപ്പോൾ ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് 1 മിനിറ്റ് കൂടി ഇത് ഇളക്കിക്കൊണ്ടിരിക്കാം. താളിക്കുന്നതിലേക്കായി നമുക്കൊരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉലുവ എന്നിവ ചേർക്കാം. ഇത് ആയി വരുമ്പോൾ നമുക്ക് വറ്റൽമുളക് മുറിച്ചിട്ടതും കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇത് അല്പം തണുത്തതിന് ശേഷം പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം നല്ല തിളച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ ഇത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ശകലം തണുത്തതിന് ശേഷം താളിച്ചത് ഒഴിച്ചു. ഇപ്പോൾ നമ്മുടെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇനി അതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ പുളിശ്ശേരി തയ്യാറായിട്ടുണ്ട്.